ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് വൈകുന്നേരമുള്ള വീഡിയോസാണേ. അപ്പോൾ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ വന്നപ്പം കുഞ്ഞുങ്ങൾ കുറച്ച് മീൻ തന്ന് വിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തലയെല്ലാം പിച്ച് ഞാൻ വീട്ടിൽ പട്ടിക്കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് എല്ലാവർക്കും നല്ലതായിട്ട് അറിയാം, എങ്കിലും ഞാനും വെക്കുന്ന രീതികൾ പറഞ്ഞു തരുന്നതാണ്. എല്ലായ്പ്പോഴും ഒരുപോലൊന്നും അല്ല മീൻ കറി വെക്കുന്നതും. ഇപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എന്നിവ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്കിട്ട് 2 കടുകും കൂടി ഇട്ട് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ 2 കരിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളകും ഇട്ടായിരുന്നേ, മല്ലിപ്പൊടി എന്നിവ ഇട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ കുഞ്ഞു മത്തിയായിരുന്നേ. കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്നുകൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് കുറുക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ കുറച്ച് കല്ലുപ്പിട്ടു, പിന്നെ മീൻപുളി എന്നിവ ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ചു. തിളച്ച ശേഷം മീൻ പറക്കിയിട്ടു. അതിൽ കുറച്ച് മീനെ ഞാൻ എടുത്തുള്ളൂ, കുറച്ച് മീൻ വറക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ആ മീനും എടുത്ത് വറുത്തു. അപ്പോൾ ഇത് തിങ്കളാഴ്ച രാവിലത്തെ വീഡിയോ ആണ്. മോള് രാവിലെ ജോലിക്ക് പോകാൻ കൊണ്ടുപോയി, ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി. താക്കോല് കണ്ടില്ലല്ലോ. നീ കടയിലൊന്നു പോണമായിരുന്നു കേട്ടോ. ചേടാ, താക്കോൽ എവിടെ കൊണ്ടുവച്ചെന്ന് കണ്ടില്ല. അപ്പോൾ കടയിൽ പിന്നെ കംഫർട്ട് മേടിക്കാൻ. അപ്പം നമുക്ക് പോയിട്ട് വരാം കടയിലോട്ട്. കംഫർട്ടില്ല, തുണിയാണെങ്കിൽ ഇന്നലെ ഞാൻ മുക്കി വെച്ചിരുന്ന കേട്ടോ. പക്ഷെ എനിക്ക് അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിലോട്ട് പോയതുകൊണ്ട് കഴുകാൻ പറ്റിയില്ല. അയ്യോ ചെരുപ്പില്ല. നോക്കൂ കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ വീട്ടിലാണ് ഇട്ടുകൊണ്ട് നടക്കും, ചെരുപ്പ് എടുത്തിട്ടുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ ചെരുപ്പ് ഞാൻ എടുത്തില്ല. കടയിലോട്ട് പോകാം കേട്ടോ. എന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഇച്ചിരി കൊണ്ട് പോയാൽ മതി. കംഫർട്ട് വാങ്ങിച്ചത് ഇപ്പം തുണി ചെരുപ്പ് മതി, മുള്ളുണ്ട്. കംഫർട്ട് മുക്കിയില്ലേ തുണിക്കൊരു, എനിക്ക് അങ്ങോട്ടൊരു ഇഷ്ടമല്ല. അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം കേട്ടോ. എല്ലാവരും വാ. ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ സാധനമൊക്കെ മേടിച്ചു. ഞാൻ 1 കിലോ പഴവും കൂടെ വാങ്ങിച്ചു കേട്ടോ. 1 കിലോ പഴവും ഒരു ബിസ്ക്കറ്റും കംഫർട്ടും വാങ്ങിച്ചു. ഭയങ്കര വെയിൽ, രാവിലെ നല്ല വെയിൽ, നല്ല അന്തരീക്ഷമാണ്. ഞാൻ ഈ മുളയുടെയൊക്കെ വീഡിയോസ് വയ്ക്കപ്പോഴും രാവിലെ ഗുഡ് മോർണിംഗ് ഇടുമ്പോഴൊക്കെ ഇടുന്നത് കണ്ട. അവിടെ ചെറിയൊരു കാവും ഉണ്ട്. നമ്മുടെ വീട് ഞാൻ കാണിക്കും കേട്ടോ. നമ്മുടെ വീട് കണ്ടോ, നമ്മുടെ ബംഗ്ലാവിലെത്തി. ബായ്ക്ക് അങ്ങോട്ട് ഓടാ കേട്ടോ. ഫ്രണ്ട് മാത്രമേ ഇങ്ങനെയുള്ളൂ, ഇത് ഷീറ്റൊക്കെയാണ്. പിന്നെ ബായ്ക്ക് അങ്ങോട്ട് ഓടാ കേട്ടോ. കഴുകാൻ കിടക്കുന്ന കണ്ടോ കൂട്ടുകാരെ, ഇത്രയും കഴുകണം. കുറച്ച് തുണി ബക്കറ്റിലും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ തുണി കഴുകാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരെ.